നമസ്കാരം. ചെറിയ സിനിമകളുടെ വലിയ ലോകം, അതാണ് അവൻഗാർഡ്. അവൻഗാർഡിലൂടെ ഇതുവരെ നമ്മൾ ഒരുപാട് മികച്ച സിനിമകൾ കണ്ടു, ടാലൻറ്റഡ് ആയ ഫിലിം മേക്കേഴ്സിനെ പരിചയപ്പെട്ടു. ഇതിലിനി ആരൊക്കെയാണ് മികച്ച കലാകാരന്മാർ, ഏതാണ് മികച്ച ചിത്രം, ഇത് കണ്ടെത്താനുള്ള പാതയിലാണ് ഞങ്ങൾ. റോഡ് ടു ഫിനാലെ. വെൽക്കം. നമസ്കാരം സാർ. അവൻഗാർഡിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ് ടു ഫിനാലെ എപ്പിസോഡ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 63, അതിൽ നിന്നും 22-ലെത്തി. ഇനി 10 കണ്ടുപിടിക്കാനുള്ള യാത്ര. ഇന്ന് ആ യാത്രയിൽ പോകുമ്പോൾ വരുന്ന 2 ചിത്രങ്ങൾ ഏതാണ്? എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ 2 സിനിമ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമില്ല ഇന്നത്തെ. കാരണം വെച്ചാൽ 70 മാർക്കിലധികം കിട്ടിയ സിനിമകളാണ് നമ്മൾ ഈ 22 സിനിമകളായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ആകെ കൂടെ നമുക്ക് ഒരു എപ്പിസോഡിൽ എത്ര സിനിമകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടിട്ട് കഴിയുന്നത്ര ഒരു വലിയ സിനിമയും ഒരു ചെറിയ സിനിമയും എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. കാരണം എല്ലാ സിനിമകളും പല പ്രാവശ്യം കാണാൻ യോഗ്യമായിട്ടുള്ള സിനിമകളാണ് 70 മാർക്കിലേറെ ഇതിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു തമിഴിൽ നിന്ന് വന്ന നമ്മളെ ഒന്ന് ഞെട്ടിച്ച ആശയും അന്യഭാഷ ചിത്രം വളരെ അപൂർവമായിട്ട് നമുക്ക് വന്നിരുന്നുള്ളൂ. അന്യഭാഷകളിലൊക്കെ ഒരുപാട് ഇപ്പൊ തമിഴ്നാട്ടിൽ പറയുന്നത് പലപ്പോഴും ഒരു ഫിലിം മേക്കർ അവരുടെ ടാലന്റ് ഒരു ഡയറക്ടറുടെ മുമ്പിൽ പോയി കഥ പറയുന്നതിലല്ല, അവർ പകരം ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ചെറിയ പ്രൊഡക്ഷൻസ്, ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻസ് അവിടെ നടക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലും. പക്ഷെ നമുക്ക് അവരൊക്കെ അവൈലബിൾ ആകുക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ മുൻപിലുണ്ട്. കാരണം നമ്മുടെ ഷൂട്ടിങ്ങിന് അതിലെ ടെക്നീഷ്യൻസ്, ഡയറക്ടർ ആരെങ്കിലും എത്തുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിട്ട് മാത്രമാണ് നമുക്ക് പലതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റായിരുന്നത്. എങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈ ഒരു ഫിലിം അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇന്നസെൻസ് കൊണ്ടും മറ്റുമൊക്കെ നമ്മളൊന്ന് വല്ലാതെ ടച്ച് ചെയ്തൊരു ഫിലിമായിരുന്നു ആശയം. எல்லாருக்கும் சின்ன வயசுல நிறைய ஆசை இருக்கும். உண்டியல்ல காசு சேர்க்கிற மாதிரி கொஞ்சம் கொஞ்சமா சேர்த்து வச்ச ஆசைங்க. இப்ப நினைச்சு பார்த்தா அதெல்லாம் ரொம்ப சாதாரண விஷயமா தெரியும். எனக்கும் ஒரு ஆசை இருந்தது. என் பேரு செல்வம். ശരിക്ക് ഇക്കാലത്തെ കാര്യവുമല്ല, സ്റ്റഡി ബൂത്തുകൾ ഉണ്ടായിരുന്ന കാലത്തെ. അതെ അല്ലേ? അങ്ങനെയല്ല എൻ്റെ കഥ പറച്ചിൽ വരുന്നത്. എനിക്ക് അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മറക്കാൻ പറ്റാത്ത ഒരു സീനെന്ന് പറയുന്നത് ഈ കുട്ടി അലാം വെച്ച് ടൈം വെച്ച് ഈ ഡയലോഗ് പറയുന്നതാണ്. ഞാൻ അധികം വേൾഡ് ക്ലാസിക്കുകളൊന്നും കണ്ടിട്ടുള്ള ഒരാളല്ല, പക്ഷേ ഞാൻ പല ഫോർമാറ്റിൽ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിലും വെച്ച് എനിക്ക് വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള, വളരെ ഒരു ഗ്രേറ്റ് സീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. പിന്നെ പ്രത്യേകിച്ചും ആ കുട്ടിയുടെ ഒരു ഇന്നസെൻസ്, അതിൻ്റെ ഒരു കാസ്റ്റിങ്, ബാക്കി ക്യാരക്ടേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളതിൽ വളരെ സ്നേഹം തോന്നിയ ഒരു, മനസ്സുകൊണ്ട് വളരെ ഇഷ്ടം തോന്നിയ ഒരു സിനിമ. செல்வம் பேசுறேன், மெட்ராஸ்ல இருந்து. எப்படிமா இருக்க? என்னாச்சு? என்ன நல்லா பாத்துக்கிறாரு. வர என்ன எண்ணெய் தேய்ச்சி குளிக்க சொன்னல, என்ன கிடைக்குது? தண்ணி தாமா கிடைக்கல. தீபாவளிக்கு அமிச்சா சட்டத்தினி வந்துச்சுமா. அருள், மாரி, சுப்பு எல்லாம் எப்படி இருக்காங்க? மணி எப்படி இருக்காமா? அவன் கட்டி போடாதமா, கத்திக்கிட்டே இருப்பான். தீபாவளிக்கு தான் ஊருக்கு வரல, உங்களுக்கு ஊர் விட்டுமா? அப்புறம் அவள்தான். ஐயோ ரொம்ப டைம் ஆயிடுச்சு. அக்கா 8ல இருந்து 9 தானே சொன்னாங்க. இப்ப என்ன பண்றது? இப்ப பேசி பார்க்கலாம். ஹலோ அம்மா, நான் தான் செல்வம் பேசுறேன். மெட்ராஸ்ல எப்படி இருக்கா? அண்ணாச்சி என்ன நல்லா பாத்துக்கிறாரு. வர என்ன தேய்ச்சி குளிக்க சொன்னல, என்ன கிடைக்குது? தண்ணி தான கிடைக்கல. உப்பு, அருள், மாரி எல்லாம் அங்க எப்படி இருக்காங்கம்மா? மணி எப்படி இருக்காமா? ஒழுங்கா சாப்பிடறானா? அவனை கட்டி போடாதமா, கட்டிட்டே இருப்பான். லெட்டர் கூட அடுத்த தடவை மறக்காம சுடு முட்டை அனுப்பிச்சு வச்சுமா. தீபாவளி வரல, பொங்கலுக்கு வரட்டுமாமா? அவ்வளவுதான். അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ജീവിതത്തിന് സന്തോഷത്തോടുകൂടി പ്ലസൻ്റായിട്ട് പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഘടകമുണ്ട്. കാരണം എനിക്കതിന് കട്ടിങ്ങിൽ പോലും ഫോൺ വിളിച്ചിട്ട്
ജോലിക്കാരിയെ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്ത് ആ സീൻ കട്ടാവാണ്. അവിടെ അവന് നിരാശ പോലും ആ ഷോട്ടിലില്ല. പിന്നെയും പ്രതീക്ഷയിലാണ് ആ അടുത്ത സീൻ അവസാനിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്. மெட்ராஸ்ல இருந்து செல்வம் பேசுறேன். உங்க வீட்டு வேலை செய்றாங்களே சிவகாமி அம்மா, அவங்கள கொஞ்சம் கூப்பிடுறீங்களா? கொஞ்சம் லைன்ல இருப்பா. சரி சரி, லைன்ல இருக்கேன். ஹலோ, கணேஷ் ஸ்டோர் தான். மோகன் அண்ணாச்சியா? உங்களுக்கு தான் அண்ணாச்சி சரக்கு அனுப்பிச்சிட்டு இருக்கேன். பையன் இப்போ வந்துருவான். சரி. ஏல குமார், இங்க வா. இந்த சரக்கு கொண்டு மோகன் அண்ணாச்சி வீட்டில் கொடுத்துட்டு வந்துரு. அண்ணாச்சி, நான் போறேன். അതൊരു വലിയ ഫാക്ടറാണ്. കാരണം വെച്ചാൽ ഒരു സിനിമ കണ്ട ഉടനെ കയറെടുത്ത് സൂയിസൈഡ് ചെയ്യാൻ പോകണമെന്ന് തോന്നാത്ത, കാരണം പലതരത്തിലും നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റ്. പലപ്പോഴും എന്താ എനിക്ക് തോന്നുന്നു ക്ലാസിക്സ് വന്നിട്ട് ജീവിതത്തിന് പ്രതീക്ഷ തരികയും മറ്റു പലതും നമുക്കിങ്ങനെ ചില സിനിമകള് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും. എനിക്ക് ഒരു കാര്യം, അതും ഈ അതേ കാരണത്താൽ എന്നുള്ള സിനിമയും കമ്പയർ ചെയ്തിട്ട് വിഷ്വൽ അപ്പീലിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നുന്നത് ദി കൈൻഡ് ഓഫ് സിനിമാറ്റോഗ്രാഫി വിച്ച് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഇതാണ് മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫി എന്നതിൽ കുറേ കൂടി നെറേറ്റീവ് സ്ട്രക്ചറിലൊരു ഇമോഷൻ ഡെലിവറി ചെയ്യുന്ന സ്റ്റോറി ടെല്ലിംഗ് ആംഗിളിൽ നോക്കിയാലുള്ള സിനിമാറ്റോഗ്രാഫി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ കുട്ടി ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നുകയും കുട്ടി കരയുമ്പോൾ നമുക്ക് കരയാൻ തോന്നുകയും ചെയ്യുന്നു. നമ്മൾ ആ ഷോട്ടിൻ്റെ ഭംഗി ശ്രദ്ധിക്കുന്നില്ല. ആക്ച്വലി ഫിലിം മേക്കറുടെ പെർഗേറ്റീവാണ്. അയാൾക്ക് എന്ത് രീതിയിലുള്ള ഒരു ലുക്കാണ് അതിനാവശ്യം. ഇത് രണ്ടും ഇത്രയും അടുത്ത് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വളരെ എവിഡന്റ് ആവും. സ്ക്രിപ്റ്റ് വൈസുള്ള ഡിഫറൻസ് എനിക്ക് തോന്നുന്നു. ഈ ആശ എന്ന് പറഞ്ഞൊരു ബ്രില്യൻ സ്ക്രിപ്റ്റ് ആണ് ശരിക്കും, അല്ലേ? ഒരു ബ്രില്യൻ ഫിലിം മേക്കറിന്റെ ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റിലുണ്ടായ ഒരു ബ്രില്യൻ സിനിമ. അതെ, സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അത്ര ഭംഗിയിൽ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഫിലിം മേക്കർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് വളരെ വളരെ വലുതാണ്. കാരണം ഒരു സിനിമാറ്റോഗ്രാഫറോട് എനിക്കത് വേണ്ട, ഇത് വേണം എന്ന് പറയാനൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ആ സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിലുള്ള വിശ്വാസവും അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫി ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് പതേർ പാഞ്ചാലയിൽ സത്യജിത്ത് വായിച്ചിട്ടുള്ളതാണ്. ഒരു ഷോട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 6 മണിയായി കഴിഞ്ഞാൽ ഭംഗിയുള്ളൊരു സൺസെറ്റ് കിട്ടും. അപ്പോൾ സിനിമാറ്റോഗ്രാഫർ പറഞ്ഞു ഇതെടുക്കാം, ഇനി ഇത് കിട്ടാൻ ഈ വർഷം ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അദ്ദേഹത്തിന് ആഗ്രഹമല്ലേ, എടുക്കട്ടെ എന്ന് പറഞ്ഞു. എടുത്തു. പക്ഷെ ആ സിനിമയിൽ അത് ഉപയോഗിക്കാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ആ സിനിമ ഉപയോഗിച്ചില്ല. ഇപ്പോൾ ചില ഷോട്ടുകൾ അത് ഇത്തരത്തിലുള്ള ഇമോഷനെ എലിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ ഒരു ഷോട്ട് ഞാൻ പറയുന്നത് എന്താ ഗോൺ വിത്ത് ദ വിൻഡിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഈ സ്ത്രീ നിന്നിട്ട് ഈ മണ്ണ് വാരിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ട്രോളി പുഷ് ബാക്ക് ഇത് ചെയ്തിട്ട് ഒരു ബാരൻ ലാൻഡിൽ ഉണങ്ങിയ ഒരു വൃക്ഷവും ഒരു സന്ധ്യയുടെ ഷോട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് മദ്രാസിൽ ഇരുന്നിട്ട് ഇത് ഗോൺ വിത്ത് ദ വിൻഡ് കാണുന്നത്. അത് പിന്നീട് കളർ ചെയ്തു വന്ന വേർഷൻ പെയിന്റിങ് പോലെയാണ് ഇരിക്കുന്നത്. ഈ തിയേറ്ററിൽ അത് ഇമോഷണലി കരയിക്കുന്ന സീനാണ്. പക്ഷെ ആളുകൾ അറിയാതെ കരയുകയും അറിയാതെ കൈയടിക്കുകയും ചെയ്തു. അവിടെ ഇമോഷനെ അത് എൻഹാൻസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അല്ല, അത് തന്നെ പറഞ്ഞു, അതൊരു ഫിലിം മേക്കർ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
അൾട്ടിമേറ്റ്ലി അത് ഒരു കലണ്ടർ ഷോട്ടിലേക്കാണ് അത് വന്ന് നിൽക്കുന്നത്. കലണ്ടർ ഷോട്ടിനോട് എതിർപ്പൊന്നുമില്ല. അതായത് ഇതില് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു ഡിസൈനിൽ ദർ ഇസ് നോ റൈറ്റ്സ് ആൻഡ് റോങ്സ്, ശരിയും തെറ്റുമില്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ്നെസ് ആണ്, ഔചിത്യം. അപ്പം അതുകൊണ്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കോണ്ടെക്സ്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഓൺ ദി മേക്കർ. അത് ഏത് തരത്തിലുള്ള ഷോട്ട് എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ട്രോളി ഷോട്ട്സ് ഒരുപാട് ധാരാളമായിട്ട് നമ്മുടെ സിനിമകളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുൾപ്പെടെ പലപ്പോഴും ചെയ്യുന്നത് കുറേ ഡയലോഗ് ഉണ്ടല്ലോ, അപ്പോൾ ട്രോളി ഇങ്ങോട്ട് വരട്ടെ, ഒരു ട്രോളി അവിടെ ഇങ്ങോട്ട് വരട്ടെ, കുറേ ഡയലോഗ് പോകുമല്ലോ ആ ഷോട്ട്. മോർ ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ നമ്മൾ സജഷൻസിൽ ഷൂട്ട് ചെയ്യാം. ഒരു പുതിയ അത് കുറച്ച് റിസ്ക് ഉണ്ട്. ബിക്കോസ് ആ പെർഫോമൻസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണം. ആ ആക്ടർ കുറച്ചുകൂടെ അയാളുടെ ക്ലോസിലായിരിക്കും നിൽക്കുന്നത്. ക്യാമറയുടെ ഒരു ഫെസിലിറ്റി ഇല്ല, സൗകര്യമില്ല. ഒരു ട്രോളി ഒരു പക്ഷേ വരും നമ്മളിവിടെ ഇരിക്കുകയാണ്, അപ്പോൾ അദ്ദേഹം ജ്യൂസും കൊണ്ട് വരുന്നു. അത് റിവീൽ ചെയ്യാണ് ഒരു പക്ഷേ ട്രോളി വരേണ്ടത്. അല്ലാത്ത പക്ഷം അതിന് പ്രസക്തിയില്ല. അതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന സ്ക്രിപ്റ്റിലുള്ള കോൺഫിഡൻസ് തന്നെയാണ്. ശിവ സാർ, എന്തായാലും നമുക്ക് ആസയുടെ ഓഡിയൻസ് മാർക്കും കൂടെ അറിയാം. 85.5 ആയിരുന്നു അന്ന് ജൂറി കൊടുത്തിരുന്നത്. ഇനി ഔട്ട് ഓഫ് 30 ഓഡിയൻസ് മാർക്ക് എത്രയാണ് വന്നിരിക്കുന്നത് പറയും? മെയ് 25-ന് അവാൻഗാർഡിൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്ത തമിഴ് സിനിമയാണ് ആശയ്. മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റിലും ഇമെയിലും ഫേസ്ബുക്കിലും ഒക്കെ മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ് ആശയ്. ആശയ്ക്ക് ഓഡിയൻസ് നൽകിയിരിക്കുന്ന മാർക്ക് 30-21. ജെയിംസ് സാർ, അന്ന് ജൂറി കൊടുത്തിരുന്ന മാർക്ക് 85.5 ആയിരുന്നു. ഇപ്പോൾ ഓഡിയൻസ് മാർക്കും കൂടെ എത്തിയിട്ടുണ്ട് 21 ഔട്ട് ഓഫ് 30. സോ ടോട്ടൽ കംസ് ടു 106.5 ഔട്ട് ഓഫ് 130. ഇനി സെലക്ഷൻ്റെ സ്റ്റാറ്റസ് എന്താണ്? സെലക്ഷൻ്റെ സ്റ്റാറ്റസിൽ സംശയമില്ല. മീഡിയ വൺ ഷോർട്ട് ഫിലിം അവാർഡ് ബെസ്റ്റ് 10ലേക്ക് ആശയ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. என்னப்பா கடைக்கு போன் பண்ணுமா? இந்தா இத நீ வச்சுக்கோ. சரி, நான் காலையில வரேன். போன வேடா. அக்கா எவ்வளோக்கா ஆகும் சொல்லுக்கா. டேய், நீ எவ்வளோடா வச்சிருக்க? என்கிட்ட 8 ரூபா இருக்குக்கா. போன் பேசலாமா சொல்லுக்கா. டேய், நீ என்ன அம்மா கிட்ட ஹலோ சொல்லிட்டு போனை வச்சுட்டு போறியா என்ன? பேசணும் தானே எல்லா வீட்டு டெலிவரிக்கும் போய் காசு சேர்த்து வைக்கிறேன். நான் காசு கொடுத்தாலும் வேணான்ற, நீ வச்சிருக்க காசுல எப்படி போன் பேச முடியும்? சரிக்கா, நான் அப்புறமேட்டு வரேன். ஹலோ, சொல்லுங்க. கணேஷ் தோசா சார், நான் 22 சமயத்துல இருந்து பேசுறோம். மளிகை சாமான் லிஸ்ட் அதிகம், அரிசி 5 கிலோ. இந்த ஒரு நிமிஷம் இருங்க, ஒரு நிமிஷம். சாமான் லிஸ்ட் சொல்றாங்க, கேட்டுக்கோ. ஹலோ சார், லிஸ்ட் அதிகம், அரிசி 5 கிலோ, சக்கரை 1 கிலோ, நார்மல் மளிகை பாக்கெட், மாம்சம். ஏடா, போனை வச்சு எவ்வளவு நேரம் ஆச்சு? நான் போன் பேசணும்னு நினைச்சா கொஞ்சமாவது அறிவு இருக்காடா உனக்கு? ஆளை பாரு, போடா. ஹலோ கீதா, how are you? என்ன 2 நாளா போனே காணோம், அதான் நானே பண்ணிட்டேன். எவ்வளவு ஆகும்? என்னடா எவ்வளவு ஆகும்? எவ்வளவு ஆனா உனக்கு என்னடா? ஓ, நீதான் அப்பாட்ட போட்டு கொடுக்குறியா? இதான் உன் வேலையா? போ, ஜோலியா பாடுறா, போடா போ. கீதா, லெட்டர் கூட மணி ஆர்டர் அனுப்பிச்சு வச்சிருக்கேன். செல்வம், இவர் உங்க ஊருக்கு தான் போன் பேசிட்டு இருக்காரு. என்ன டெய்லி கேப்பல எவ்வளவு ஆகும் எவ்வளவு ஆகும்னு. நீயே பாத்துக்க. இல்ல ஊருக்கா இப்பதானமா வந்துட்டு போனேன். சரி, அப்புறம் பேசுறேன். சார், 25 ரூபீஸ் ஆச்சு. இந்தாங்க. இத பாரு செல்வம், உங்க அம்மா கிட்ட 5 நிமிஷம் பேசணும்னா 25 ரூபா செலவாகும், புரியுதா? அக்கா, எனக்கு 1 மணி நேரம் 2 மணி நேரம் பார்க்க தெரியும். 5 நிமிஷம் எப்படி பார்க்கணும்னு தெரியாதே. இத பாரு செல்வம்,
இந்த கிளாக்ல பெரிய முள்ள 8ல இருந்து 9க்கு போச்சுன்னா 5 நிமிஷம்னு அர்த்தம். புரியுதா? ഷിബ് സാർ, ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ അടുത്തതായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്ന ചിത്രം ഏതാണ്? കൊറോണ. എനിക്ക് തോന്നുന്നു പല ഫിലിം ഡിസ്കഷൻ വരുമ്പോഴേക്കും ഈ കോസ്റ്റ് ഫാക്ടറൊക്കെയാണ് അതിന് പല ഇതിനും എക്സ്ക്യൂസായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ഫിലിം മേക്കർ വന്നിട്ട് പറഞ്ഞത് ഇത് 0 ബഡ്ജറ്റ് ഫിലിമാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് അവനെ കൊണ്ട് ഞാൻ ചോദിച്ചു, ആകെ കൂടെ ഈ ബൗള് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നടന്നു. എനിക്ക് ഞാൻ ഓർക്കുന്ന സിബി മലയിലുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ്ലി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ കുറേ ബൗളിൻ്റെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ റൗണ്ടായിട്ടുള്ള ഇയാളുടെ തല അതേ ഷേപ്പിൽ തന്നെ. ഇയാളെ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ആ ബൗൾ വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കൂടി ചേർന്നിട്ട് അതിനൊരു ഇപ്പോൾ നമ്മൾ പലപ്പോഴും എടുത്ത് കോട്ട് ചെയ്തിരുന്ന സൈലൻസിൻ്റെയോ ഇതിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇതിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു ചാം ഉണ്ടായിരുന്നു, ഒരു ബ്രില്യൻസ് ഉണ്ടായിരുന്നു. ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ സ്വഭാവം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏത് തരത്തിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ആ ഒരു ചെറിയ തോട്ടിന് അവരെടുത്ത് അതുകൊണ്ടിട്ട് തീമിൻ്റെ മുകളിലൊരു ഡിസ്കഷൻ നടത്തിയിട്ട് കാര്യമില്ല. ബട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ അതുകൊണ്ടിട്ടാണ് ഇത്തരം സിനിമകളെ മറ്റൊരു കാറ്റഗറി പെടുത്തണം എന്ന് നമ്മൾ ചിന്തിച്ചത്. ഇതിൻ്റെ പുറകിലെല്ലാം ഉള്ളത് ഒരു സ്പാർക്കാണ്. അതുകൊണ്ടിട്ട് തന്നെ കൊറോണയെ നമ്മൾ മറ്റൊരു കാറ്റഗറിയിൽ വിത്തൗട്ട് പോലെ ആ തരത്തിലുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അത് മറ്റൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടിട്ടാണ്. എനിക്കതിൽ എടുത്തു പറയത്തക്ക ഇതായിട്ട് തോന്നിയത് ഓഡിയോ ഡിസൈൻ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാത്രം വീണിട്ട് ആടുന്നതൊക്കെ എനിക്ക് തോന്നുന്നു മേക്കേഴ്സ് ഫിലിം മേക്കിങ്ങിൻ്റെ നുവാൻസസിലേക്ക് കുറച്ചുകൂടിയൊക്കെ കടന്നെത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു പരിശ്രമം അതിൻ്റെ പുറകിൽ കാണാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ആക്ടറിൻ്റെ ഫേസ് വളരെ പെക്യുലർ ആയിട്ടുള്ള ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാത്രവും നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ പാത്രത്തിൽ ഒരു കറ വന്നാൽ നമ്മൾ ഒരുപാട് ശ്രമിക്കും ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നി അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വളരെ ക്ലീശയായിപ്പോയി. ആലോചിക്കാവുന്ന ഒരു തലങ്ങൾ, നമുക്ക് അതിന് പുറകിൽ ഒരുപാട് തലങ്ങളുണ്ടെന്നും ഒരുപാട് ഫിലോസഫിക്ക് അപ്ലൈ ചെയ്യാമെങ്കിലും എനിക്ക് കൃത്യമായ ഒരു മുഴുവൻ മനസ്സിലായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ ഒരു കൃത്യമായിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ല അതിന്റെ വിഷയം തന്നെ. അല്ല, ഇവർ തന്നെ ചെയ്തിട്ടുള്ള ഇപ്പൊ 9 months എന്ന് പറയുന്ന അതിന്റെ ട്രീറ്റ്മെന്റ് വേറെ. ആ സിനിമയുടെ ആശയപരമായിട്ട്
വളരെ ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒഴിച്ചാൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇതിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഫോമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ ഒരു സോളിന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ചോ എന്ന് ഒരു സംശയം തോന്നി. ജൂറി കൊടുത്തിരുന്ന മാർക്ക് കൊറോണയ്ക്ക് 75 ആണ്. ഔട്ട് ഓഫ് 30 ഓഡിയൻസ് കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാം. സെപ്റ്റംബർ 7 അവാൻഗാർഡിൻ്റെ 33ാമത്തെ എപ്പിസോഡിൽ സ്ക്രീൻ ചെയ്ത ചിത്രമാണ് കൊറോണയുടെ വിഷയത്തെക്കുറിച്ച് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റിൽ ഏറെ ചർച്ചകൾ നടന്നു. കൊറോണയ്ക്ക് ഓഡിയൻസ് നൽകിയിരിക്കുന്ന മാർക്ക് 30-ൽ 19. ജെയിൻ സർ, ഓഡിയൻസ് മാർക്കിൻ്റെ കാൽക്കുലേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. 19 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് 30. സോ അന്ന് ജൂറി കൊടുത്തിരുന്ന മാർക്ക് 75, ഇപ്പോൾ ഓഡിയൻസ് മാർക്ക് വന്നിരിക്കുന്നത് 90. ഇതെല്ലാം ടോട്ടൽ ചെയ്ത് നോക്കി നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് സ്റ്റാറ്റസ്? കടന്നു. ജസ്റ്റ് പാസ്. എനിക്ക് തോന്നുന്നു 93 കിട്ടിയ നല്ലൊരു ഫിലിം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? അതെ അതെ അതെ. അപ്പോൾ കൊറോണ, മീഡിയ വൺ, അവാൻഗാർഡ്, എക്സ്പ്ലോർ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചു. അവൻഗാർഡിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്തത് 2 ചിത്രങ്ങളായിരുന്നു, ആസൈ അതുപോലെ തന്നെ കൊറോണ. ആസൈ മീഡിയ വൺ ഷോർട്ട് ഫിലിം അവാർഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊറോണ മീഡിയ വൺ അവാൻഗാർഡ് എക്സ്പ്ലോർ അവാർഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റ് 2 ഷോർട്ട് ഫിലിമുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടാറ്റ.